ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ്. ചെറിയ ചിലവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഹെയർ ബാൻഡ് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഫോം ഷീറ്റാണ്. ഞാനിവിടെ 2 കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. വെള്ളയും നീലയും വെച്ചിട്ടാണ് ഇത് മുടഞ്ഞിട്ടുള്ളതും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളതും. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ഇങ്ങനെ ഒരു ഫോം ഷീറ്റ് വേണം. ഒരു ഫോം ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2-3 ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഫോം ഷീറ്റിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചുകൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്യണത് തല വരെ കട്ട് ചെയ്യേണ്ട, തലപ്പ് കുറച്ച് ഭാഗം വിട്ടുങ്ങാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതൊന്ന് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗം രണ്ടിൻ്റെയും കൂടെ ചേർത്തുകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 കളറും. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് മുടഞ്ഞെടുക്കുക. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടാക്കണം. ഒന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതുണ്ട്, പിന്നെ ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കണം. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഉണ്ടാക്കിയത് അവരെ തലേൻ്റെ അളവ് എടുത്തുങ്ങാണ്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നീളം എത്തുന്നില്ലെങ്കിൽ നമുക്ക് ഏച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ആ വീതിയിലൊന്ന് അതിൻ്റെ ആ മുടഞ്ഞതിൻ്റെ വീതിക്കൊരു ഫോം പേപ്പർ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് അതിന് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. സൂപ്പർ ഗ്ലൂ വെച്ചിട്ടോ ഫെവിക്കോൾ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് വൃത്തിയിൽ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിമ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചൂടാവുമ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും, അങ്ങനെ പിരിവൊന്നുമില്ലാതെ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുടഞ്ഞത് ഈ ഇലാസ്റ്റിക്കുമേ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക.
ഇനി നമ്മൾ ആ ഏച്ച ഭാഗമല്ല മുടഞ്ഞത്, അത് നമ്മൾ എന്താ ഫ്ലവർ വെച്ച് കവർ ചെയ്യും. അപ്പോൾ ബോറായി നിൽക്കുന്നില്ല. ഇനി ഇതിക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ എടുക്കണം. ഇതുപോലത്തെ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. 2 കളറിൽ 2 മോഡലിലാണ് ഫ്ലവർ. ഒന്ന് ചെറിയ ഇതളുകളായിട്ടും ഒന്ന് വലിയ ഇതളുകളായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവർ നിങ്ങളുടെ ഐഡിയയിൽ വേറെ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. റോസ് പൂവൊക്കെ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 കളർ ഫ്ലവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്നിങ്ങനെ ഒരു സാധാ നമ്മളെ ഫ്ലവർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇസ്തിരിപ്പെട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടായി വരുമ്പോൾ അത് താനെ ഇസ്തിരിപ്പെട്ടിമെന്ന് കൊഴിഞ്ഞ് വീഴും. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊരു കുഴി പോലെ ആക്കിയെടുക്കുക. അതിൻ്റെ നടുഭാഗം ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ 4 ഫ്ലവറും അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു വെള്ള വലിയ ഇതളായിട്ടും നീല ചെറിയ ഇതളുകളായിട്ടുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിമൊരു കല്ലുണ്ടെങ്കിൽ പഴയ ഡ്രസ്സിൻ്റെ എന്തെങ്കിലുമുള്ള കല്ലുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയാകും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കുക. ഒരു സൈഡിലേക്ക് 3 ഫ്ലവർ മാത്രമാണ് വെക്കുന്നത്. നമുക്ക് ഈ ഫ്ലവർ ഹെയർ ബാൻഡിന്മേൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.